പലപ്പോഴും നമ്മൾ കണ്ട തൊലിപ്പുറത്തുള്ള എക്സിമാസ്, രാവിലെ എണീക്കുമ്പോഴുള്ള തുമ്മൽ, എണീച്ച് കുറച്ച് നേരം തുമ്മും, അത് കഴിഞ്ഞ് പിന്നെ ഓക്കെയാണ്. പണ്ടത്തെ ആൾക്കാർ പറയും സൂര്യൻ ഉദിക്കുന്ന വരെ പ്രശ്നമുള്ളൂ, സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നുള്ള വലിയമ്മമാരൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ ആക്ച്വലി അലർജി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടത്. ഫ്രം ബർത്ത് തൊട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അലർജി ഉള്ള കുട്ടികൾക്ക് സ്കിന്നിൽ റാഷസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ മേ ബി 3 months 4 months. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ്. അങ്ങനെ എല്ലാ കുട്ടികൾക്കും നമ്മൾ അങ്ങനെ സ്കിന്നിൽ കാണണമെന്നില്ല. പക്ഷേ ചില കുട്ടികൾക്ക് ഒരു 1.5-2 വയസ്സാകുമ്പോൾ ഒരു എപ്പോഴും ജലദോഷം വരുന്നു, അല്ലെങ്കിൽ ഒരു 3-4 years ആകുമ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തുമ്മൽ, ജലദോഷം. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 11-12 മണി ആ വെയിലായി കഴിഞ്ഞാൽ ആശ്വാസമായി. ദിസ് ഈസ് ഓൾസോ അഗെയിൻ ഇൻ ടു അലർജി. അതുപോലെ ഈ ഒരു റെക്കറൻറ്റ് കോഫ്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചുമ മാത്രം, വേറെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല, രാത്രികളിൽ കൂടുതലായിട്ട് കാണുന്ന, ഇതും ആക്ച്വലി അലർജി തന്നെയല്ലേ? അതെ, അതായത് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഒ പിയിൽ കാണുമ്പോൾ ഈ പാരൻസും കുട്ടിയും യൂസ്ഡ് ആ ഒരു ചുമക്ക് യൂസ്ഡ് ആയിരിക്കും. ചുമ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടില്ല എന്ന് പറയും. ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചുമക്കുന്നുണ്ടാവും, അവരത് നോട്ടീസ് ചെയ്യുന്നില്ല. അതായത് മെയിനായിട്ട് ഇപ്പോൾ ഈവനിങ്ങിലൊരു ചുമ, അല്ലെങ്കിൽ രാത്രി, അല്ലെങ്കിൽ ഏർലി മോർണിംഗ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ചുമ മാത്രം. അപ്പോൾ എഗെയിൻ ഒരു ആസ്മയിലേക്ക് പോകുന്ന ഒരു അലർജി എന്നുള്ളതാണ് അതിൻ്റെ.